നമസ്കാരം, വെൽക്കം ടു കോഗ്നോഷൻറ്റി. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഫ്രാഗ്രൻസ് ആണ് അൽവത്താനിയയുടെ ലസൂലി. ഈ ഒരു ബോട്ടിൽ, ലുക്ക് അറ്റ് ദിസ് ബോട്ടിൽ, ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഇതിനൊരു ബ്ലൂ കളർ ഗ്ലാസ് ബോട്ടിലാണ് ഉള്ളത്, പിന്നെ ഒരു ഗോൾഡ് പ്ലേറ്റിങ്. ഈ ഒരു ബ്ലൂവും ഗോൾഡും ഇത് നല്ലൊരു ലക്ഷറി ഫീലിംഗാണ് തരുന്നത്. അത്യാവശ്യം വെയിറ്റുള്ള ഒരു കുപ്പിയാണിത്. നമ്മൾ എടുത്ത് എറിഞ്ഞാൽ ഒരു പട്ടി വരെ ഓടിക്കാം. പിന്നെ ഇതിൻ്റെ ക്യാപ്പ് കണ്ടില്ലേ, നല്ല വെയിറ്റുള്ളതാണ്, മെറ്റലാണ്, സ്ട്രോങ് ആണ്. പിന്നെ അടുത്ത് മെയിൻ സാധനം ഇതിൻ്റെ ജ്യൂസ് ക്വാളിറ്റി, അത് നമുക്ക് നോക്കാം. ഒരു ഫ്രഷ് സോപ്പി ഫ്ലോറൽ പെർഫ്യൂം, അതാണ് നമ്മുടെ ലസൂലി. പിന്നെ ഈ ടെസ്റ്റർ സ്ട്രിപ്പ് ഇതെനിക്ക് തന്നത് ഫ്രാഗ്രൻസ് ആണ്. ഞാൻ എൻ്റെ ഡീക്കൻ പർച്ചേസസ് മിക്കവാറും ആറെന്നാണ് ചെയ്യാറുള്ളത്. നല്ല ഒരു സർവീസ് അവർ തരാറുള്ളത്. ഓക്കെ, പിന്നെ നമുക്കിതിൻ്റെ നോട്ടിലോട്ട് തന്നെ പോവാം. നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു സ്മെല്ലെന്ന് വെച്ചാൽ നമ്മുടെ ബർഗമോട്ട് അല്ലെങ്കിൽ ഒരു നാരങ്ങ. ഓക്കെ, നമ്മുടെ മലയാളിയുടെ ഭാഷയിൽ പറഞ്ഞ നാരങ്ങ അല്ലെങ്കിൽ ഒരു ഓറഞ്ചിൻ്റെ ഒരു പച്ച ഓറഞ്ചില്ലേ, അതിൻ്റെ തോലിൻ്റെ ഒരു സ്മെല്ലില്ലേ, ആ ഒരു സ്മെല്ല്, അല്ലെങ്കിൽ നമ്മുടെ നാരങ്ങയുടെ ഒരു സ്മെല്ല്. പിന്നെ സെക്കൻഡ് നമുക്ക് കിട്ടുന്നത് ഒരു നെരോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ചിൻ്റെ പൂവ്, അതായത് ഈ കാട്ട് ഓറഞ്ചിൻ്റെ പൂവിനെയാണ് നമ്മുടെ നെരോലി എന്ന് പറയുന്നത്. നെരോലി നമ്മുടെ നാട്ടിൽ കിട്ടാൻ നമ്മുടെ നാരങ്ങയുടെ പൂവ്, നാരന്തി ചെടിയുടെ പൂവ്, ഓക്കെ, ഒരുവിധം അത് തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നാരങ്ങ ചെടി അല്ലേ, നാരങ്ങ ചെടിയുടെ ഒരു ഇല പറിക്കണം. ഓക്കെ, ജസ്റ്റ് കയറി പിടിക്കണം, പിന്നെ ഒരു മുല്ലപ്പൂ എടുത്ത് ഒരുമിച്ച് വെക്കണം, എന്നിട്ട് ഒരുമിച്ച് മണത്ത് നോക്ക്. ഇതാണ് നെരോലി. ഓക്കെ, ഏറെക്കുറെ നെരോലി നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ അവസാനമുള്ളത് നമ്മുടെ ഒരു സോപ്പിൻ്റെ സ്മെല്ല്. സോപ്പെന്ന് പറഞ്ഞാൽ സോപ്പല്ല, നമ്മുടെ സോപ്പ് പത. നമ്മുടെ തുണി കഴുകാനൊക്കെ നമ്മുടെ സർഫൊക്കെ പതച്ച് വെച്ചാൽ ആ പത മാത്രം എടുത്ത് മണപ്പിച്ച് നോക്കുമ്പോൾ ഒരു സ്മെല്ല് കിട്ടത്തില്ലേ. ഓക്കെ, അതാണ് ഈ സോപ്പി നോട്ട് എന്ന് പറയുന്നത്. ഒരുപാട് പെർഫ്യൂംസിന് ഈ സോപ്പി നോട്ട്സ് വരുന്നുണ്ട്. നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡേവിഡോഫിൻ്റെ കൂൾ വാട്ടർ. ഈ രണ്ട് പെർഫ്യൂമും ഏറെക്കുറെ ഒരേപോലല്ല ഞാൻ പറയുന്നത്, ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി വരുന്ന ഐറ്റംസ് ആയി രണ്ടും. ഒരു ജെൻറ്റിൽമാൻ ഫ്രാഗ്രൻസ് ആണ് ഇതും. ജെൻറ്റിൽമാൻ ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഈ രണ്ട് ഫ്രാഗ്രൻസും അധികം പ്രൊജക്റ്റ് ചെയ്യില്ല. അതായത് വേറൊരു അടുത്തിരിക്കുന്ന ആൾക്ക് ഒരിക്കലും ഒരു തലവേദന ഉണ്ടാക്കില്ല ഇത് രണ്ടും. സെയിം തന്നെയാണ് നമ്മുടെ ലസൂലിയുടെ കാര്യവും. ഇത് നന്നായിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാം, അധികം തലവേദനയൊന്നും ഉണ്ടാക്കില്ല, കട്ടിയുള്ള സ്മെല്ലല്ല, വളരെ ലൈറ്റ് സ്മെല്ലാണ്. നമ്മൾ കുറച്ചൊരു സൊഫിസ്റ്റിക്കേറ്റഡ് സ്മെല്ലാണ് സാധനം. ഇത് ഒരു റിച്ച് മാൻ വൈബുള്ള ഒരു പെർഫ്യൂമാണ്. ഇവിടെ കാണുമ്പോൾ തന്നെ ഒരു റിച്ച് ലുക്കുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ജ്യൂസ് ക്വാളിറ്റിയും റിച്ചാണ് സാധനം. ഉപ്പ പെർഫ്യൂം അല്ല ഇത്, ഒരുവിധം ക്വാളിറ്റിയുള്ള ഒരു പെർഫ്യൂമാണ്. പിന്നെ മെയിൻ കാര്യം പറഞ്ഞാൽ ഇതിൻ്റെ പെർഫോമൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലിയ നമ്മുടെ ഊത് നിൽക്കുന്ന പോലത്തെ അങ്ങനെ ഒന്നുമില്ല. ഒരു മിനിമൽ പെർഫോമൻസ് ഉള്ള ഒരു പെർഫ്യൂമാണ് സാധനം. ഇത് സ്മെല്ലിന് അതായത് ഇതിൻ്റെ ഫ്രാഗ്രൻസിന് നല്ല ക്വാളിറ്റി ഉണ്ട്, പക്ഷേ ലോഞ്ചിവിറ്റി അതേ ഇല്ല. ഇപ്പോൾ ഞാൻ ഈ പെർഫ്യൂം മേടിച്ചിട്ട് 1 വർഷത്തോളമായി. ഇപ്പോൾ ഒരു പതിവോളം ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇത് ഞാൻ മേടിച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ശോകമായിരുന്നു. ഇത് 2 മണിക്കൂറൊക്കെ നമ്മുടെ ഡ്രസ്സിലല്ല നമ്മുടെ ശരീരത്തിൽ നിൽക്കത്തുള്ളൂ. 2 മണിക്കൂർ കഴിഞ്ഞാൽ അറിയത്തില്ലായിരുന്നു. പക്ഷേ ഈ അറബിക് പെർഫ്യൂംസൊക്കെ കുറച്ച് കാലം വച്ചിരുന്നാൽ മാത്രമേ അതിൻ്റെ ഒരു തനി നിറം നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു
ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കുറച്ച് ഇതിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഒരു 6 മണിക്കൂർ ഒരു കുഴപ്പമില്ലാതെ എനിക്ക് കിട്ടുന്നുണ്ട് AC എൻവിറോൺമെൻറ്റിൽ. ഓക്കെ, 6 മണിക്കൂർ ബോഡി നിൽക്കുന്നുണ്ട് സാധനം. ആദ്യത്തെ 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ പ്രൊജക്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന അധികമില്ല, നമ്മളെ തൊട്ടടുത്ത് വന്നാൽ മാത്രമേ ഈ മണം അറിയാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഈ മണം നിൽക്കും. ഒരു 5 മണിക്കൂറും ഞാൻ ഉറപ്പാണ്, 5 മണിക്കൂർ കുഴപ്പമില്ലാതെ നിൽക്കും ഈ മണം. അടുത്തൊരു ബോഡി സെൻ്റായിട്ട് നിൽക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. നമ്മുടെ ഡ്രസ്സിലാണ് അടിക്കുന്നതെങ്കിൽ ഒരു 8 മണിക്കൂർ 10 മണിക്കൂറൊക്കെ ഈ പെർഫ്യൂം നിൽക്കും. ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് അടിച്ചിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകിട്ട് ഒരു 5 മണിക്ക് തിരിച്ച് വരുമ്പോൾ എൻ്റെ ഡ്രസ്സിൽ ഇതിൻ്റെ മണം നിൽക്കാറുണ്ട്. അതുകൊണ്ട് അത്ര വലിയ ശോകമൊന്നുമല്ല. ക്വാളിറ്റിക്ക് വേണ്ടി നമുക്ക് ഈ ഒരു എന്തായിരുന്നു എടുത്ത് ഈ കട്ട പെർഫോമൻസും അല്ലെങ്കിൽ ഈ പ്രൊജക്ഷനും അവോയ്ഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണുണ്ടെങ്കിൽ ഇത് നമുക്ക് പോകാൻ പറ്റുന്നൊരു ഫ്രാഗ്രൻസാണ്. ഇത് കുറച്ച് ഒരു മെച്യൂർഡ് ഫ്രാഗ്രൻസാണിത്. പിന്നെ കറക്റ്റ് പറഞ്ഞാൽ ഇതൊരു യൂണിസെക്സ് ഫ്രാഗ്രൻസാണ്. ഇത് നിങ്ങളുടെ ഫാമിലിയിലുള്ള സ്ത്രീകൾക്ക്, അതായത് മെയിൽസിനും ഫീമെയിൽസിനും ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഫ്രാഗ്രൻസാണ്. അത് ഫ്ലോറലാണ്, ക്വാളിറ്റിയുള്ളൊരു ഫ്ലോറൽ ഫ്രാഗ്രൻസാണ്. ഇത് മേടിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അത് ഒരു നഷ്ടമായിട്ട് തോന്നുന്നില്ല. പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരു നീഷ് ഫ്രാഗ്രൻസിൻ്റെ കോപ്പിയാണ്. നീഷല്ല, ടോം ഫോർഡ് നീഷല്ല. ആണോ? ആണെങ്കിലും ഇല്ലെങ്കിലും ടോം ഫോർഡിൻ്റെ ഒരു നെറോളി പോർട്ട്ഫീനോ എന്ന് പറഞ്ഞൊരു പെർഫ്യൂമുണ്ട്. നെറോളി പോർട്ട്ഫീനോ ആണെന്നാണ് എൻ്റെ വിശ്വാസം. നെറോളി പോർട്ട്ഫീനോ എന്നൊരു പെർഫ്യൂമുണ്ട്. അതിൻ്റെ ക്ലോണാണ് ഈ സാധനം. ആ ഫ്രാഗ്രൻസ് ഞാൻ ഇതുവരെ മണത്ത് നോക്കിയിട്ടില്ല. അത് നമ്മുടെ ടോം ഫോർഡിൻ്റെ മേലത്തെ കളക്ഷനിലുള്ളതാണ്. ഒരു ലക്ഷറി കളക്ഷനിൽ വരുന്ന ഒരു സാധനമാണ്. നമുക്കങ്ങനെ പെട്ടെന്നൊന്നും കടയിലൊന്നും കിട്ടാറില്ല സാധനം. ഞാൻ ആ പെർഫ്യൂമിൻ്റെ റിവ്യൂസ് നോക്കിയിട്ടുണ്ട്, ഇതിൻ്റെ റിവ്യൂസ് നോക്കിയിട്ടുണ്ട്, കമ്പാരിസൺ നോക്കിയിട്ടുണ്ട്. മിക്ക യൂട്യൂബ് വീഡിയോസ് ആണെങ്കിലോ റെഡിറ്റ് ആണെങ്കിലോ ഫ്രാഗ്രൻറ്റിക്ക ആണെങ്കിലോ എല്ലാത്തിനും പറയുന്ന ഒരു 95% ഈ 2 പെർഫ്യൂമും സെയിം ആണെന്നാണ്. ഇതിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും ഞാൻ വേറെ ഒരുപാട് നമ്മുടെ ടോം ഫോർഡിൻ്റെ പെർഫ്യൂംസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്വാളിറ്റി എനിക്കറിയാം ടോം ഫോർഡിൻ്റെ. ആ ക്വാളിറ്റിക്ക് കറക്റ്റായിട്ട് കിടപിടിക്കുന്ന ഒരു ക്വാളിറ്റി ഈ ജ്യൂസിനുണ്ട്. നമുക്ക് ഒരു 2500 രൂപയ്ക്ക് ഈ സാധനം കിട്ടും. ഇന്ത്യയിലെ പല നമ്മുടെ ഈ ഗ്രേ സെല്ലേഴ്സിൻ്റെ ഈ സാധനം കിട്ടും. വാങ്ങിച്ചാൽ നഷ്ടമല്ല. നിങ്ങളുടെ ഒറ്റ പെർഫ്യൂമേ ഉള്ളൂ. കുറച്ച് 4 ആൾക്കാർ അറിയണം ഞാൻ അടിച്ചാലെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് അധികം പോകുന്ന ഒരു പെർഫ്യൂമല്ല. പക്ഷേ ഒരു നല്ല ക്വാളിറ്റിയുള്ളൊരു സെൻറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഉറപ്പായിട്ട് വാങ്ങാൻ പറ്റുന്നൊരു ഫ്രാഗ്രൻസാണ്. ഒരിക്കലും നിങ്ങളങ്ങനെ നഷ്ടബോധം വരില്ല നിങ്ങൾക്ക്. ഒരു കുഴപ്പമില്ലാത്ത സാധനമാണ്. ഞാൻ ഹാപ്പിയാണ് അതുകൊണ്ട്. പ്ലീസ് ട്രൈ ഇറ്റ്. താങ്ക് യു.